ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. എല്ലാവർക്കും നമസ്കാരം. ശ്രേഷ്ഠത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കർമ്മദോഷ നിവാരണം, സുഖശ്രേഷ്ഠ ജീവനം. ലോക നന്മയ്ക്കായിട്ട് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം അല്ലേ? ലോക സമസ്ത സുഖിനോ ഭവന്തു, ഇതായിരിക്കട്ടെ നമ്മുടെ ആപ്തവാക്യം. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് രത്നങ്ങൾ ധരിക്കേണ്ടത്. നവരത്നങ്ങളെ കുറിച്ച് അറിയാം. ആ രത്നങ്ങൾ ധരിക്കുമ്പോൾ നമ്മൾ എന്തിൻ്റെ ബേസിലാണത് എന്നാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. സാധാരണ രീതിയിൽ ചന്ദ്രനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ രാശിക്കാണ് രത്നം ധരിച്ച് കണ്ടുവരാറുള്ളത്. അപ്പം അത് ശരിയാണോ? ചിന്തിക്കേണ്ട വിഷയമല്ലേ? നമുക്ക് നോക്കാം. അപ്പം നവരത്നങ്ങളുണ്ട്. എന്തുകൊണ്ടാണ്? നവഗ്രഹങ്ങളാണ് നമുക്കുള്ളത്. ആ ഓരോ ഗ്രഹത്തിനെയും പോസിറ്റീവ് ആക്കാനായിട്ട് തീർച്ചയായിട്ടും രത്നങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. നമുക്കറിയാം, ഓരോ ഗ്രഹവും തരുന്ന രശ്മി എന്ന് പറയുന്നത് ഭൂമിയിലെ ജീവജാലങ്ങൾക്ക് നല്ല സ്വാധീനം ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ആ നിറത്തിനാണ് പ്രാധാന്യം. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള രത്നങ്ങൾ ധരിക്കുമ്പോൾ നമുക്ക് ആ പർട്ടിക്കുലർ ഗ്രഹത്തിന്റെ ദോഷങ്ങൾ മാറും എന്നുള്ളതാണ്. പക്ഷെ അതിന്റെ ഒരു ബേസിക് മാത്രമാണ് നമ്മൾ ഇവിടുന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ബേസിക് ആയിട്ടുള്ള ഒരു അവയർനെസ് എല്ലാവർക്കും ഇതിലുണ്ടാവണം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ആ നവഗ്രഹങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള ഓരോ രത്നങ്ങളും ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് പറയുന്നത് സൂര്യനാണ്, മാണിക്യം. ചന്ദ്രൻ മുത്ത്, കുജൻ പവിഴം, ബുധൻ മരതകം, ഗുരു പുഷ്യരാഗം, ശുക്രൻ വൈരം, ശനി ഇന്ദ്രനീലം, സർപ്പം ഗോമേധകം, കേതു വൈഡൂര്യം. ഇങ്ങനെ 9 രത്നങ്ങളുണ്ട്. അപ്പൊ നവരത്നങ്ങൾ ധരിക്കണവരെയും കണ്ടിട്ടുണ്ട്. നവരത്നങ്ങളൊക്കെ വലിയ ഉത്സാഹത്തോടെ ധരിക്കുന്നത് കാണാം. അത് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അത് അഴിച്ചു വെക്കുന്നതും കാണാറുണ്ട്. അത് സർവ്വസാധാരണമായിട്ട് കാണുന്നൊരു കാഴ്ചയാണ്. അപ്പൊ എന്തുകൊണ്ടായിരിക്കാം നമ്മൾ ഇതൊക്കെ വളരെ ശ്രദ്ധിച്ചു വേണം കൈകാര്യം ചെയ്യാന്നുള്ളതാണ്. ഇപ്പൊ നമ്മളൊരു ക്ഷേത്രം നിർമ്മിക്കുമ്പോൾ, ഇപ്പൊ റീസെന്റ് പറയുന്നത് നമ്മൾ അയോധ്യ അല്ലെ, അപ്പൊ അവിടെ ശ്രീരാമ ജന്മഭൂമിയില് ശ്രീരാമചന്ദ്രന്റെ ഒരു വിഗ്രഹം ആവുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ പ്രാണപ്രതിഷ്ഠ നടത്തുന്നുണ്ട് അല്ലെ. അതുപോലെ തന്നെയാണ് നമ്മളും ഒരു കല്ല് സ്വീകരിക്കുന്ന സമയത്ത്, രത്നം എന്ന് പറയുന്നത് ആ കല്ലാണല്ലോ, അപ്പൊ അത് സ്വീകരിക്കുന്ന സമയത്ത് അതിൽ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അപ്പൊ അത് കറക്റ്റായിട്ട് റിസൾട്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും റിസൾട്ട് ഉണ്ട്. അതിന്റെ ആ പ്രൊസീജിയർ കറക്റ്റായിട്ട് നമ്മൾ പ്രാവർത്തികമാക്കുമ്പോഴാണ് അതിന്റെ ഗുണഫലങ്ങൾ നമുക്ക് അനുഭവയോഗ്യമായിട്ട് വരിക. അപ്പൊ സാധാരണ ഇപ്പോൾ ഒരു ജ്വല്ലറിയിൽ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ചോദിക്കും അല്ലേ, ഏത് രാശിയാണ്, ജന്മനക്ഷത്രം ഏതാണെന്ന് പറയൂ എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ നമുക്ക് ആ നക്ഷത്രത്തിന്റെ ബേസിലുള്ള ആ ഗ്രഹം ഏത് ഗ്രഹമാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള രത്നങ്ങൾ തരാറുണ്ട്, അത് ധരിക്കാറുമുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അത് മുഴുവനായിട്ട് ഗുണം ലഭിക്കുമോ? നമുക്ക് ഇല്ല. ഒരിക്കലും നമ്മൾ നക്ഷത്രത്തിന്റെ ബേസിൽ, ജന്മനക്ഷത്രത്തിന്റെ ബേസിൽ അല്ലെങ്കിൽ രാശിയുടെ ബേസിലല്ല രത്നം ധരിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. അപ്പൊ എന്തിന്റെ ബേസിലാണ്? ജന്മനക്ഷത്രം എന്ന് പറയുമ്പോൾ നമ്മുടെ ചന്ദ്രനാണ്. അപ്പൊ ചന്ദ്രന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് മനസ്സാണ്, മാതാവാണ്. നല്ല ഒരു റോള് തന്നെയാണ് ചന്ദ്രൻ വഹിക്കണ എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല. പക്ഷെ നമ്മുടെ ബേസ് എന്ന് പറയുന്നത് ഒരു ഹൊറോസ്കോപ്പ് അനാലിസിസ് നമുക്ക് ചന്ദ്രനെ തൊട്ടാണോ എണ്ണുന്നത്? അല്ല, ലഗ്നം ബേസ്ഡ് ആണ് അല്ലെ. അപ്പൊ ലഗ്നമാണ് ഓരോരുത്തരുടെ ജാതകത്തിലും വളരെ പ്രാധാന്യം അർഹിക്കുന്നത്. ഏതാണെന്ന് ചോദിച്ചാൽ ചന്ദ്രനേക്കാളും പ്രാധാന്യം ആർക്കുണ്ട്? ലഗ്നത്തിനുണ്ട്. അപ്പൊ ആ ലഗ്നത്തിനെ വെച്ചുകൊണ്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? രത്നം സ്വീകരിക്കേണ്ടത്. അപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ തിരുവാതിര നക്ഷത്രത്തിലുള്ള ഒരു ജാതകമാണെന്ന് വിചാരിക്കുക, ജന്മനക്ഷത്രം തിരുവാതിരയാണെന്ന് വിചാരിക്കുക, ലഗ്നം വന്നിട്ട് വൃശ്ചിക ലഗ്നാണെന്ന് കൂടെ വിചാരിക്കുക. അപ്പൊ എന്താ സംഭവിക്കുന്നത്? വൃശ്ചിക ലഗ്നത്തിന് ലഗ്നാധിപൻ എന്ന് പറയുന്നത് ചൊവ്വയാണ്. അപ്പൊ ചൊവ്വയുടെ എതിർഗ്രഹമാണ് ബുധൻ എന്ന് പറയുന്നത്. ചൊവ്വയ്ക്കും ബുധനും കൂടെ ശരിയാവില്ല. ചൊവ്വയുടെ എരുമി ബുധനാണ്, ബുധന്റെ എരുമി ചൊവ്വയാണ്. അപ്പൊ ഒരു വൃശ്ചിക ലഗ്ന ജാതകൻ അവർ തിരുവാതിര നക്ഷത്രമാണെന്ന് അറിയുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു രത്നം ധരിക്കുകയാണ്. അപ്പൊ എന്താ സംഭവിക്കുക? അപ്പൊ അവിടെ നോക്കുന്നത് മിഥുന രാശി എന്ന് മാത്രമേ ശ്രദ്ധിക്കുള്ളൂ അല്ലെ. അപ്പൊ ബുധന് പറഞ്ഞിട്ടുള്ള രത്നം ഏതാണെന്ന് വെച്ചാല് അതാണ് ധരിക്കുന്നത്. അപ്പൊ എന്ത് സംഭവിക്കും? മരതകം ധരിക്കണമെന്ന് വിചാരിക്കുക. അപ്പൊ എന്താ സംഭവിക്കുന്നത്? വൃശ്ചിക ലഗ്നക്കാർക്ക് അത് അഷ്ടമാധിപനാണ് ബുധൻ എന്ന് പറയുന്നത്.
അപ്പൊ അഷ്ടമാധിപനെ എന്ത് ചെയ്യരുത്, അതിന്റെ എനർജി ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഗുണമാണോ ദോഷമാണോ ഉണ്ടാവുക? ദോഷമായിരിക്കും അല്ലേ? അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു രത്നം നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ അത് 6-8 അധിപതികളുടെ രത്നമാവരുത് എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ലഗ്നത്തിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് രത്നം സ്വീകരിക്കാം. അതിൽ കുറേ റൂൾസ് ഉണ്ട്. ആ റൂൾസ് എല്ലാം ഓക്കെ ആണെങ്കിൽ മാത്രമാണ് രത്നം ധരിക്കേണ്ടത്. അപ്പൊ ഒരിക്കലും വൃശ്ചിക ലഗ്നക്കാർക്ക് മരതകം അണിയുന്നത് കൊണ്ട് ഗുണത്തേക്കാളേറെ ദോഷമാണ് ഉണ്ടാവുക എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് മേട ലഗ്നത്തില് ജനിച്ചിട്ടുള്ള ഒരാളാണെങ്കിലും അങ്ങനെ ഓരോ ലഗ്നത്തിലും നോക്കുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള, ഇപ്പൊ സൂര്യന്റെ രാശിയാവുമ്പോൾ അവിടെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ശനിയാണ്. അങ്ങനെ ഓപ്പോസിറ്റ് ഗ്രഹങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള രത്നങ്ങൾ ധരിക്കുമ്പോൾ അതിന്റെ വിപരീത അനുഭവങ്ങളാണ് നമുക്ക് ജീവിതത്തിൽ ഉണ്ടാവുക. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ലഗ്നത്തിനെ ബേസ് ചെയ്തുകൊണ്ട് വേണം രത്നം സ്വീകരിക്കേണ്ടത്. ഇനി നമ്മുടെ ലഗ്നത്തിന്റെ അധിപനാണ് നമ്മൾ ഫലം കൊടുക്കേണ്ടത്. ഇപ്പൊ ഒരു ജാതകത്തിലെ ലഗ്നാധിപന് ഫലക്കുറവുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? അതിൽ പറഞ്ഞിട്ടുള്ള രത്നം സ്വീകരിക്കാം. ഇപ്പൊ ധനു ലഗ്നാണെന്ന് വിചാരിക്കുക. അപ്പൊ ലഗ്നാധിപൻ എന്ന് പറയുന്നത് ഗുരുവാണ്, പുഷ്യരാഗം സ്വീകരിക്കാം. അങ്ങനെ ലഗ്നാധിപന് പറഞ്ഞിട്ടുള്ള ഗ്രഹത്തിന്റെ രത്നം സ്വീകരിക്കാം. അവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ആ ലഗ്നാധിപന് ഫലം തീരെ കുറവാകുമ്പോൾ മാത്രമാണ്, ആ എനർജി ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ രത്നം സ്വീകരിക്കുന്നത്. അത് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ രണ്ടാമതൊരു കാര്യം എന്ന് പറയുന്നത്, ചില 2 വീടിന്റെ ആധിപത്യം ഗ്രഹങ്ങൾക്ക് ഉണ്ടാവും അല്ലെ? അപ്പൊ അത് 6-8 ടച്ച് ചെയ്യാണ്. ഇപ്പൊ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഒരു തുലാം ലഗ്ന ജാതകനാണ്. അപ്പൊ തുലാം ലഗ്ന ജാതകന്റെ എന്ന് പറയുന്നത് ഏതാണ്? ശുക്രനാണ് അധിപൻ. അപ്പൊ ലഗ്നാധിപൻ ശുക്രനാണ്. അപ്പൊ ശുക്രൻ കുറച്ച് മോശമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ജാതകത്തിലുള്ളത് എങ്കിൽ ശുക്രന് പറഞ്ഞിട്ടുള്ള ഡയമണ്ട് സ്വീകരിക്കാൻ പറ്റുമോ? അതെന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം? കാരണം 8ാം ആധിപത്യം കൂടെ വരണ്ടേ. തുലാം ലഗ്നത്തിന് ശുക്രൻ എന്ന് പറയുന്നത് ലഗ്നാധിപനാണ്, 8ാം അധിപനാണ്. അപ്പോൾ ആ പ്ലേസ്മെന്റ് കൂടെ നോക്കണം. ആ ഗ്രഹനിലയിൽ 8ാം ആധിപത്യമാണോ ആ ശുക്രൻ കൊടുക്കുന്നത്, ലഗ്നാധിപനാണോ എന്ന് ശ്രദ്ധിക്കണം. അപ്പൊ ആ മൂലത്രികോണ ഹൗസിലൊക്കെ ആയിരിക്കും കൂടുതൽ ഫലം ഉള്ളത്. അപ്പൊ അങ്ങനെ ശ്രദ്ധിച്ചിട്ട് വേണം. ഇതേത് ആർക്കും സംഭവിക്കുന്നുണ്ട്? കുജനും സംഭവിക്കും. മേടം ഉണ്ട്, വൃശ്ചികം എന്ന് പറയുന്നതും. അപ്പൊ മേടം വൃശ്ചികം 6 ലഗ്നാധിപൻ വൃശ്ചിക ലഗ്നാണെങ്കിൽ മേടം എന്ന് പറയുന്നത് 6ാം അധിപൻ കൂടെയാണ്. അപ്പൊ മേട ലഗ്നത്തിൽ വൃശ്ചികം എന്ന് പറയുന്നത് 8ാം അധിപൻ കൂടെയാണ്. അപ്പൊ കറക്റ്റ് ആയിട്ട് ലഗ്നാധിപന്റെ രത്നം സ്വീകരിക്കണമെങ്കിലും എന്ത് ശ്രദ്ധിക്കേണ്ടതാണ്? ആ ഗ്രഹത്തിന്റെ പ്ലേസ്മെന്റ് നമ്മുടെ പർട്ടിക്കുലർ ജാതകത്തില് എവിടെയാണെന്ന് ശ്രദ്ധിച്ചിട്ട് വേണം അത് ധരിക്കാനായിട്ട്. അപ്പൊ നമുക്ക് കോമൺ ആയിട്ട് ഒരു പോയിന്റ് പറയാനില്ല എന്നുള്ളതാണ് ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ആദ്യം ലഗ്നാധിപന്റെ ധരിക്കാം. അപ്പൊ ലഗ്നാധിപന്റെ ഇനി വീക്കാണ്, ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ധരിക്കാം. അത് ലൈഫ് ലോങ് ധരിക്കാം. ഏത് കയ്യിലാണ് ധരിക്കേണ്ടത്? വലത് കയ്യില് മോതിര വിരലിലാണ് ഇത് ധരിക്കേണ്ടത്, ലഗ്നാധിപന്റെ ആയതുകൊണ്ട്. പിന്നെ നമ്മൾ രണ്ടാമതൊരു പോയിന്റ് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, എപ്പോഴും 6-8 ആധിപത്യം തരുന്ന ഗ്രഹങ്ങളുടെ രത്നം സ്വീകരിക്കരുത്. അത് ഗുണത്തേക്കാളേറെ നമുക്ക് ദോഷം ചെയ്യും എന്നുള്ളതാണ്. അതാണ് സെക്കൻഡ് പോയിന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? ഇനി 5-9 അല്ലെ, നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ധർമ്മഭാവങ്ങളാണ് 1, 5, 9 എന്ന് പറയുന്നത്. നമ്മുടെ പൂർവ്വജന്മ പുണ്യമൊക്കെയാണ്. അപ്പൊ നമ്മൾ എത്രമാത്രം പുണ്യം ചെയ്തിട്ടുണ്ട്, ഇനി നമ്മൾ എന്തെല്ലാം നല്ല കാര്യങ്ങളാണ് ഭാവിയിലേക്ക് കൊണ്ടുപോകുന്നത്, നെക്സ്റ്റ് റീബർത്ത് എടുക്കുമ്പോൾ കൊണ്ടുപോകേണ്ടത് എന്നെല്ലാം തീരുമാനിക്കുന്നത് ഈ 9ാം ഭാവമാണ്. പാസ്റ്റത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് 5ാം ഭാവമാണ്. അപ്പൊ ഈ 1, 5, 9 ആർക്കൊക്കെ നന്നായിട്ട് വരുന്നു അവർക്കാണ് ജാതകമാണ് യോഗജാതകം എന്നൊക്കെ പറയുന്നത്. അപ്പൊ അത്രയും പുണ്യം അവർ ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴാണ് 9ാം ഭാവമൊക്കെ നല്ല പോസിറ്റീവായിട്ട് ഉണ്ടാവുക. അപ്പൊ ഈ 2 കാര്യങ്ങളും ആരുടെയെങ്കിലും ജാതകത്തിൽ കുറച്ച് മോശമായിട്ടുണ്ട് എങ്കിൽ എന്ത് ചെയ്യാം? 5, 9 ആധിപത്യം തരണം, ആ ദശ വരണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു മീന ലഗ്നാണെന്ന് വിചാരിക്കുക. അപ്പൊ മീന ലഗ്നത്തിന് എന്ന് പറയുന്നത് 5ാം ആധിപത്യം കൊടുക്കുന്നത് ചന്ദ്രനാണ്. അപ്പൊ ആ ചന്ദ്രദശ കൂടെ നടക്കുന്നുണ്ട്. ചന്ദ്രൻ ജാതകത്തിൽ വീക്ക് ആണെങ്കിൽ ആ പർട്ടിക്കുലർ ടൈം മാത്രം, ആ ദശ നടക്കുന്ന സമയത്ത് മാത്രം നമുക്ക് ചന്ദ്രന്റെ രത്നമായിട്ടുള്ള മുത്ത് സ്വീകരിക്കാവുന്നതാണ്. അപ്പൊ അങ്ങനെയാണ് 5, 9 ആക്ടിവേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ മാത്രം നമുക്ക് ആ രത്നം സ്വീകരിച്ച് ആ പീരീഡ് കഴിയുമ്പോൾ നമുക്കത് മാറ്റി വെക്കേണ്ടതാണ്. അങ്ങനെ ആ ദശ നടക്കുമ്പോഴാണ് അത് തരാൻ നിർബന്ധമായിട്ടും 5ാം ആധിപത്യം അവിടെ ചന്ദ്രൻ ചെയ്തോളണം എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ നല്ല വശങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെയുള്ള രത്നങ്ങളൊക്കെ
സ്വീകരിച്ചിട്ട് നമ്മുടെ ധരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു, അതിന്റെ നെഗറ്റിവിറ്റി കുറഞ്ഞ് പോസിറ്റീവിലേക്ക് മാറ്റാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. 5-9 ആവുമ്പോൾ ആ പർട്ടിക്കുലർ പീരീഡ് മാത്രം ധരിക്കുക എന്നുള്ളതാണ്. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, ഒരു കാരണവശാലും 6-8 എന്ന് പറഞ്ഞതുപോലെ തന്നെ ഒരു കാരണവശാലും എന്താവരുത്, കേന്ദ്രാധിപത്യ ദോഷം വരികയാണെങ്കിൽ, മെയിൻ ആയിട്ട് കേന്ദ്രാധിപത്യ ദോഷം ഗുരുവിനാണ് ഉണ്ടാവുക. പിന്നെ സെക്കൻഡ് എന്ന് പറയുന്നത് ബുധനുണ്ട്. അപ്പൊ ഈ ഗുരു ബുധനൊക്കെ കേന്ദ്രാധിപതികളായിട്ട് അതിന്റെ ദോഷം ഉള്ളതുപോലെയാണ് ജാതകത്തില്. അപ്പോൾ കോമൺ ആയിട്ട് ഒരു സെന്റൻസിൽ പറയാൻ പറ്റാത്തൊരു പോയിന്റ് ആണ്, എങ്കിൽ പാപബന്ധം വേണം എന്നുള്ളതാണ്. കേന്ദ്രാധിപതികളായിട്ട് ശുഭഗ്രഹങ്ങൾ വരുമ്പോൾ പാപബന്ധം വരണം, അല്ലെങ്കിൽ അത് കേന്ദ്രാധിപത്യ ദോഷത്തിലേക്ക് നയിക്കും. അപ്പൊ ഈ കേന്ദ്രാധിപത്യ ദോഷം ഉണ്ടെങ്കിൽ, അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഗ്രഹത്തിന്റെ രത്നം നമ്മൾ ഇടുമ്പോഴും എന്ത് സംഭവിക്കുന്നു, പോസിറ്റീവിനേക്കാളും വളരെയധികം നെഗറ്റീവ് ജീവിതത്തിൽ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് രാഹു കേതുക്കൾ. ഇപ്പൊ രാഹുദശ കേതുദശയൊക്കെയാണ് എല്ലാവർക്കും ബുദ്ധിമുട്ട് വരണത് എന്നുള്ളൊരു കോമൺ ആയിട്ടുള്ള ഒരു ഇതുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഇവിടെ 3-11 ഭാവങ്ങളിൽ നിൽക്കുകയാണെങ്കിൽ രാഹുവിനും കേതുവിനും പറഞ്ഞിട്ടുള്ള ആ ദശ നടക്കുമ്പോൾ മാത്രം ആ രത്നം സ്വീകരിക്കാം. അപ്പൊ അതിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോ ധനു ലഗ്നമാണെങ്കിൽ ആ ഗുരുവിന്റെ ഗ്രൂപ്പിലുള്ള അണികളുണ്ട്. ഗുരുവിന്റെ ഗ്രൂപ്പ് ഉണ്ട്, ശുക്രന്റെ ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ ധനു ലഗ്നമാണെങ്കിൽ ആ ഗുരുവിന്റെ ഗ്രൂപ്പിലാണ് ഈ രാഹു കേതുക്കൾ നിൽക്കുന്നത് എങ്കിൽ മാത്രമേ, അപ്പൊ ലഗ്ന ശുഭർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഈ രത്നം ധരിക്കാവൂ. അപ്പൊ അവിടെ പോയിട്ട് സർപ്പി പോയിട്ട് നിൽക്കുന്നത് മിഥുനത്തിലൊക്കെ ആണെങ്കിൽ ഗുരുവിന്റെ ഗ്രൂപ്പിലല്ല, അത് ശുക്രന്റെ ഗ്രൂപ്പാണ് മിഥുനം എന്ന് പറയുന്നത്. അപ്പൊ അവിടെയാണ് രാഹു നിൽക്കുന്നത്. അപ്പൊ രാഹുദശ വരുന്നുണ്ട് എന്ന് വിചാരിച്ച് നമ്മൾ ഇതുപോലെയുള്ള രത്നങ്ങൾ, അതായത് ഗോമേതകം, രാഹുവിന് പറഞ്ഞിട്ടുള്ള ഗോമേതകം ഒക്കെ ധരിക്കുകയാണെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ഗുണങ്ങൾ ലഭിക്കില്ല എന്നുള്ളതാണ്. അപ്പൊ അത്രയും സൂക്ഷ്മമായി ശ്രദ്ധിച്ചു വേണം രത്നങ്ങൾ ധരിക്കാനുള്ളത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്കറിയാം രാഹു കേതു എന്ന് പറയുന്നത് 180 ഡിഗ്രി ഡിഫറൻസ് ഉണ്ട്. അപ്പൊ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, ഒരു മോതിരത്തിൽ തന്നെ രാഹുവിനെയും കേതുവിനെയും കൂടെ ബന്ധിപ്പിക്കരുത് എന്നുള്ളതാണ്. അതും 2 വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവങ്ങളിലൂടെ പോകുന്നതാണ്. അപ്പൊ ഒരു കാരണവശാലും ഒരു മോതിരത്തിൽ, അല്ലെങ്കിൽ നമ്മൾ അണിയണത് എന്തിലാണെങ്കിൽ അതിൽ ഈ 2 കല്ലും കൂടെ വെച്ചിട്ട് ചെയ്യരുത് എന്നുള്ളതും ശ്രദ്ധിക്കണം. ഇനി രാഹു കേതുക്കളുടെ ആണ് നമ്മൾ രത്നങ്ങൾ ധരിക്കണത് എങ്കിൽ ഇടത് കൈയിലാണ് അത് ധരിക്കേണ്ടത്. ഇടത് കയ്യിൽ മോതിരവിരൽ ധരിക്കാം. അതുപോലെ 5-9 നമ്മുടെ ഭാഗ്യഭാവവും നമ്മുടെ പൂർവ്വ പുണ്യം ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ ആ ഗ്രഹത്തിന്റെ രത്നമാണ് ധരിക്കേണ്ടത് എങ്കിൽ ചൂണ്ടവിരലിലാണ് ധരിക്കേണ്ടത്, അത് മോതിരവിരലിലല്ല. ലഗ്നാധിപനാണ് മോതിരവിരല് വലത് കൈയില്, ഇത് ചൂണ്ടവിരലിലാണ് ധരിക്കേണ്ടത്. അപ്പൊ ഇങ്ങനെ ഇത്രയും, അതൊരു ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഇത്രയെങ്കിലും മിനിമം അറിഞ്ഞുകൊണ്ട് വേണം ഈ ഒരു കാര്യത്തിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലാനായിട്ട്. ഇനി എന്ന് പറയണത് എന്തിനായിരിക്കണം നമ്മൾ ധരിക്കേണ്ടത്. അപ്പൊ മാക്സിമം നമ്മൾ ഒരു മോതിരമായിട്ടാണ് അണിയുക, അല്ലെ, വിരല് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മോതിരമായിട്ടാണത് അണിയാനുള്ളത്. അപ്പൊ ഈ ശുക്രന്റെ ഗ്രൂപ്പിലുള്ള ലഗ്നക്കാർക്ക് എന്തിലണിയാം, വെള്ളിയാണ്. ശുക്രന്റെ കാരകത്വം വരുന്ന മെറ്റൽ എന്ന് പറയുന്നത് വെള്ളിയാണ്. അപ്പൊ വെള്ളിയിൽ ഈ ആഭരണങ്ങൾ ധരിക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഗുരുവിന്റെ ആണെങ്കിൽ നമുക്ക് എന്തിൽ ചെയ്യാം, സ്വർണം ചെയ്യാം, അല്ലെങ്കിൽ പഞ്ചലോഹത്തിൽ ഉണ്ടാക്കുന്ന ആഭരണത്തിലും നമുക്ക് ധരിക്കാവുന്നതാണ്. ഇനി കർക്കടക ലഗ്നമാണെങ്കിൽ പഞ്ചലോഹത്തിൽ ചെയ്തിട്ട് ഈ രത്നം അണിയുന്നതാണ് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട് വേണം ഈ രത്നം എന്നുള്ളതിലേക്ക് സെലക്ട് ചെയ്യാനായിട്ട് പോകേണ്ടത്. അപ്പൊ ഇത്രയും പോയിന്റ്സ് ഒക്കെ നമ്മൾ ശ്രദ്ധിക്കണോ, അപ്പൊ രത്നം വേണോ, ആ കല്ല് നമ്മൾ സ്വീകരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളത് ഉണ്ടെങ്കിലും കറക്റ്റാണ്. കാരണം ധാരാളം കൺസൾട്ടേഷൻ സമയത്ത് ചോദിക്കാറുണ്ട് ഏത് രത്നമാണ് ധരിക്കേണ്ടത് എന്നൊക്കെ. അപ്പൊ ഇത്രയും പ്രൊസീജിയേഴ്സ് ഉള്ളത് കൊണ്ട് ഞാൻ ശരിക്കും സജസ്റ്റ് ചെയ്യാറില്ല എന്നുള്ളതാണ്. നല്ല ചാൻഡിങ്ങും കാര്യങ്ങളിലൂടെയും നമുക്ക് ഡെവലപ്പ് ചെയ്യാം. ഒരു ഷോർട്ട് കട്ടിലൂടെയൊക്കെ വേണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുമ്പോഴാണ് പെട്ടെന്ന് സെലക്ട് ചെയ്യുന്നത്. അത് ചെയ്യാം, ചെയ്യരുത് എന്നുള്ളതല്ല. അതിന്റെ ശാസ്ത്രീയത വളരെ കാര്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം നമുക്കിത് അണിയുന്നതിൽ തെറ്റില്ല. പക്ഷെ എല്ലാം നോക്കണം എന്നുള്ളതാണ്. ജാതകത്തിൽ ഒരു ഗ്രഹത്തിന്റെ ഒരു കോമ്പിനേഷൻ മാത്രം നോക്കിക്കൊണ്ട് ചെയ്യരുത്. ആ ജാതകം കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അതിന് പറ്റിയിട്ടുള്ള ഒരു രത്നം സ്വീകരിക്കുന്നതാണ് അഭികാമ്യം. അല്ലെങ്കിൽ വഴി പോണ പാമ്പിനെ തോളിലേറ്റിയ അവസ്ഥ ഉണ്ടാവുന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. നമുക്ക് അടുത്ത ഒരു പുതിയ വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.